നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവും സത്യമാണെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് കത്തോലിക്ക സഭയിൽ ചർച്ചയാകുന്നു. കത്തോലിക്ക സഭയിലെ പരമ്പരാഗത വിശ്വാസങ്ങളെ തള്ളുന്നതാണ് മാർപ്പാപ്പയുടെ നിലപാട്. പ്രപഞ്ചോൽപത്തിയെയും ജീവോൽപത്തിയെയും കുറിച്ച് കാലാകാലങ്ങളായുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകളെ തിരുത്തിക്കുറിക്കുന്നതാണ് മാർപ്പാപ്പയുടെ നിലപാട്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യാഖ്യാനങ്ങളെ മാർപ്പാപ്പ തള്ളിക്കളയുന്നു. പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്ര സിദ്ധാന്തമായ മഹാവിസ്ഫോടനവും ജീവോൽപത്തി വിശദീകരിക്കുന്ന പരിണാമവാദവും ശരിയാണെന്ന് മാർപ്പാപ്പ അഭിപ്രായപ്പെടുന്നു. പരിണാമ സിദ്ധാന്തത്തിലും മഹാവിസ്ഫോടനത്തിലും തെറ്റായി ഒന്നും തന്നെയില്ല. അവ ദൈവത്തെയും സൃഷ്ടിവാദത്തെയും നിരാകരിക്കുന്നില്ല. ദൈവസങ്കല്പത്തെ വിശദീകരിക്കാൻ ഈ സിദ്ധാന്തങ്ങൾ ആവശ്യമാണെന്നാണ് തന്റെ നിലപാടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ദൈവം മാന്ത്രികനാണെന്നും മാന്ത്രിക വടികൊണ്ട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചുവെന്നുമുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യാഖ്യാനം ശരിയല്ലെന്ന് പറഞ്ഞ പാപ്പ കോടാനുകോടി വർഷത്തെ പരിണാമ പ്രക്രിയയിലൂടെയാണ് പ്രപഞ്ചമുണ്ടായതെന്നും അഭിപ്രായപ്പെടുന്നു. L'inizio del mondo non è opera del caos che deve a un altro la sua origine, ma deriva direttamente da un principio supremo che crea per amore. Il Big Bang che oggi si pone all'origine del mondo non contraddice l'intervento creatore divino, ma lo esige. പ്രപഞ്ച സൃഷ്ടിയും ഭൗതിക രൂപകൽപ്പനയും സംബന്ധിച്ച സഭയുടെ പരമ്പരാഗത സിദ്ധാന്തങ്ങളെ നിരാകരിക്കുന്നതാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ പോപ്പ് പയസ് മാർപ്പാപ്പയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിലും പരിണാമ സിദ്ധാന്തത്തെ എതിർത്തു പോന്ന സഭയുടെ നിലപാടിനെ തീർത്തും തള്ളിക്കളയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് കത്തോലിക്ക സഭയ്ക്കകത്ത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മാണി പുതിയിടം, ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി, ഡോക്ടർ ഡി ബാബു പോൾ, ശ്രീ കെ വേണു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ മാണി പുതിയിടം, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് മഹാവിസ്ഫോടന സിദ്ധാന്തം അതാണ് ശരി എന്ന നിലപാട് അത് മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ അത് പഴയ നിലപാടുകളുടെ തുടർച്ചയാണോ, ഒരു നിലപാട് മാറ്റമാണോ? പ്രകാശ്, അതിനകത്ത് വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു മാർപ്പാപ്പായുടെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സഭയുടെ പരമ്പരാഗതമായ പഠനം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവമാണ് നിൽക്കുന്നതെന്നും മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടെന്നുമുള്ള സഭയുടെ പരമ്പരാഗതമായ പഠനത്തിന് ഒരു മാറ്റവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഫ്രാൻസിസ് പാപ്പായുടെ പഠനത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മുഖവരിയായിട്ട് നൽകിയത് തന്നെ തെറ്റാണ്. പാപ്പായുടെ ഡോക്യുമെൻ്റ് ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. പാപ്പ പറഞ്ഞത് എന്താണ്? വളരെ കൃത്യമായി, വി റിസ്ക് ഇമാജിനിങ് ഗോഡ് ആസ് എ മാഗസ് വിത്ത് എ മാജിക് വാൻ ഏബിൾ ടു മേക്ക് എവറിഥിങ്. But it is not so. He created beings and allowed them to develop according to the internal laws. അതായത് പാപ്പ പറഞ്ഞത് ഒരു മാന്ത്രികൻ്റെ വടി കൊണ്ട് സൃഷ്ടിക്കുന്നു എന്നൊരു ധാരണ ബൈബിൾ വായനയിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ ആന്തരിക നിയമം അനുസരിച്ച് അത് വളരുന്നു, അത് വികസിക്കുന്നു, അത് പൂർണ്ണതയിലെത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാം. ഇത് പരമ്പരാഗതമായ പഠനത്തിന് ഒട്ടും തന്നെ എതിരല്ല. അതേസമയം പരിണാമ സിദ്ധാന്തവും വിസ്ഫോടന സിദ്ധാന്തവും ഒക്കെ ഇപ്പോൾ ഒരു പരികല്പന, ഒരു ഹൈപ്പോത്തിസിസാണ്. അത് പ്രൂവ് ചെയ്താൽ തന്നെയും ഈ വിശ്വാസത്തിന് എതിരല്ല എന്ന കാര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 1000 വർഷം എടുത്ത് രൂപകൽപ്പന ചെയ്ത ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. സാധാരണ 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ സാധാരണ സാഹിത്യ ഭാഷയിലെ എല്ലാ മാധ്യമങ്ങളും കവിതയും പദ്യവും ഗദ്യവും നാടകവും നോവലും ചെറുകഥയും ഒക്കെ അതിനകത്തുണ്ട്. ഇതാദ്യ അധ്യായം എന്ന് പറയുന്നൊരു കാവ്യമാണ്. അതായത് 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നത് വളരെ കൃത്യമായി 6 ദിവസം എടുത്ത് സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലല്ല. അതൊരു കാവ്യമാണ്, ഒരു സംഗീതമാണ്, അതൊരു സ്തുതിഗീതമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമല്ലേ, 1-ാം ദിവസം പ്രകാശം സൃഷ്ടിച്ചു, 4-ാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിച്ചത്, 2-ാം ദിവസം ആകാശത്തെ സൃഷ്ടിച്ചു, 5-ാം ദിവസമാണ് പക്ഷികളെ സൃഷ്ടിക്കുന്നത്, ഭൂമിയെ സൃഷ്ടിച്ച് 3-ാം ദിവസം, 6-ാം ദിവസം മൃഗത്തെയും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ പരസ്പരം ഇത് 1ഉം 4ഉം അതുപോലെ തന്നെ 2ഉം 5ഉം 3ഉം 6ഉം തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാവ്യമാണത്.
അതുകൊണ്ട് ഒരു അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ അബദ്ധം പിണയുന്നത്. അതിന് സന്ദേശം ഇത്രയേ ഉള്ളൂ: ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. അതുകൊണ്ട് അതിനനുസൃതമായിട്ട് അത് വളരേണ്ടിയിരിക്കുന്നു. മനുഷ്യന് ഓട്ടോണമി നൽകിയിട്ടുണ്ട്. പാപ്പായുടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായ ഓട്ടോണമിയോട് കൂടി സൃഷ്ടിച്ചു. പക്ഷേ ആ ഓട്ടോണമി അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവാകും. അതുകൊണ്ട് ദൈവവും ക്രിസ്തുവും മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ സന്നിഹിതനാണ് എന്ന സത്യമാണ് വാസ്തവത്തിൽ പാപ്പ പറഞ്ഞത്. അതുകൊണ്ട് പരമ്പരാഗതമായ ദൈവശാസ്ത്ര പഠനത്തിനോ ബൈബിൾ വ്യാഖ്യാനത്തിനോ വിരുദ്ധമായിട്ട് ഈ മാർപ്പാപ്പ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് തിരിച്ചറിയുവാനായി. ശ്രീ മാണി പുതിയിടം, ഇപ്പോൾ ഗലീലിയോ മുതൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ശാസ്ത്രമാണോ ബൈബിൾ ഉയർത്തുന്ന വിശ്വാസമാണോ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളാണോ ശരി എന്ന ഏറ്റുമുട്ടൽ മുൻകാലങ്ങളിൽ അടക്കം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം വിശ്വാസത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ബൈബിളിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു കത്തോലിക്ക സഭ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ വിശ്വാസത്തിന് അതില്ലെങ്കിൽ ഒരു കാവ്യത്തെ മാത്രമായി, ഒരു കാവ്യം മാത്രമായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കാണുക, ശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് എപ്പോഴും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ തന്നെ ആശ്രയിക്കുക, അതാണ് ശരി, അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് ശരി എന്ന നിലയിൽ മാർപ്പാപ്പ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഒരു നിലപാടെടുക്കുമ്പോൾ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ ഉയർത്തിപ്പിടിക്കുക, ബൈബിളിനെ ഒരു കാവ്യമായി മാത്രം കാണുക, അങ്ങനെയാണോ? എന്നല്ല. അതായത് ഇത് രണ്ടും, വേദപുസ്തകവും അതുപോലെ ശാസ്ത്രവും രണ്ടും രണ്ട് തലങ്ങളിലാണ്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ദ വൈ ഓഫ് ദ തിങ് അതാണ് വാസ്തവത്തിൽ റിലിജിയൻ ഹാൻഡിൽ ചെയ്യുന്നത്. ദ ഹൗ ഓഫ് ദ തിങ് അതാണ് ശാസ്ത്രം ഹാൻഡിൽ ചെയ്യുന്നത്. പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമല്ല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എന്നതാണ് സത്യം. വിശ്വാസവും ശാസ്ത്രവും ഒന്നിച്ചു പോകുന്നു. അത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് വേദപുസ്തകത്തെ ഒരു കാവ്യം എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ സാരാംശത്തിനോ അതിൻ്റെ സത്തയ്ക്കോ ഒട്ടും തന്നെ മൂല്യം കുറഞ്ഞു പോവുകയല്ല, മൂല്യം കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുൻപോട്ടുള്ള ഗതിക്ക് ഒരു ദർശനം നൽകുകയാണ് റിലീജിയസ് ബുക്ക് ചെയ്യുന്നത്. അതേസമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഘടനയും അത് പഠിക്കാനും തിരിച്ചറിയാനും അതനുസരിച്ച് വളരുവാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാന്തങ്ങൾ വരുമ്പോൾ 1955 മുമ്പ് തന്നെ വ്യക്തമാണ് ആ കാഴ്ചപ്പാട്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ വേണു, ഇപ്പോൾ ശാസ്ത്രത്തോട് ബൈബിളും കത്തോലിക്ക സഭയും സ്വീകരിച്ചിരുന്ന മുൻകാല നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു, ആ ദൈവം എങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അപ്പോൾ മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം അനുവദിച്ചു നൽകിയിട്ടുള്ളത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ത്, ഇത്തരം കാര്യങ്ങളിൽ നിന്നാണല്ലോ ബൈബിളിൻ്റെ തുടക്കം, ഉൽപ്പത്തി പുസ്തകം. അപ്പോൾ ഇത്രയും നാളും ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക, അതാണ് ശരിയെന്ന് വാദിക്കുക. പക്ഷേ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു തലത്തിൽ മാത്രം ബൈബിളിൻ്റെ കണ്ടെത്തലുകളെ, ബൈബിളിലെ കാവ്യങ്ങളെ കാണുക, ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശാസ്ത്രത്തെ തന്നെയാണ് ശരി, അപ്പോൾ ശാസ്ത്രവും വിശ്വാസവും ചേർന്ന് പോകുന്ന ഒരു നിലപാട്, അങ്ങനെയാണോ മാർപ്പാപ്പ അവതരിപ്പിച്ച ഈ പുതിയ കാഴ്ചപ്പാടിനെ കാണാൻ? അതോ ഇത് സ്ഥിരമായി കത്തോലിക്ക സഭയുടെ നിലപാട് ഇതുതന്നെയായിരുന്നോ? കത്തോലിക്ക സഭ പൊതുവിൽ ശാസ്ത്രത്തോട് സ്വീകരിച്ചു പോന്നിട്ടുള്ള നിഷേധാത്മകമായ സമീപനത്തിൻ്റെ വലിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇപ്പോഴത്തെ ഈ പുതിയ നിലപാടിൻ്റെ പശ്ചാത്തലമായി ചില കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഏറെക്കുറെ മുഴുവൻ തന്നെ അമേരിക്കയിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നതിനെതിരെയുള്ള വലിയൊരു നിയമയുദ്ധം നടന്നിട്ടുണ്ട്. അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളിലും അത്തരം നിയമങ്ങൾ ഉണ്ടാവുകയും അതിനെതിരായ കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും അവസാനം ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ആ നിയമയുദ്ധത്തിന് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ 1990കളിലാണ് ഫെഡറൽ കോടതി അന്തിമമായി വിധി കൽപ്പിച്ചത് ഡാർവിൻ്റെ സിദ്ധാന്തം ശാസ്ത്രീയമാണെന്നും അത് പഠിപ്പിക്കണമെന്നും അത് നിരോധിക്കാൻ ആർക്കും അവകാശവുമില്ല എന്നുള്ളൊരു അന്തിമ വിധി അമേരിക്കയിൽ വരികയുണ്ടായി. ഏറെക്കുറെ ഈ വിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ തന്നെ
ഈ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഒരു പുതിയ സമീപനം ഉയർന്നു വന്നിരുന്നു. ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ, അതായത് പരിണാമ സിദ്ധാന്തത്തിലൊക്കെ ഉന്നയിക്കുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഒരു അതിബുദ്ധിയുടെ പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത് എന്നാണ് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ഡിസൈൻ, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നാണ് അതിന് നൽകിയിരുന്ന പേര്. അങ്ങനത്തെ ആ ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ബുദ്ധിയാണ് ദൈവം എന്ന് വരുത്താൻ വേണ്ടി ആ വാക്ക് ഉപയോഗിക്കാതെ ഒരു വ്യാഖ്യാനം തരികയുണ്ടായി. അതായത് കോടതി വിധിയുടെ മുന്നിൽ വെച്ചിട്ട് ഇനി ഡാർവിനിസത്തെ തടയാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മതത്തിൻ്റെ ഒരു നീക്കം അമേരിക്കയിലും മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും വിപുലമായി നടക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരൊരു ചർച്ച ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ പോപ്പും ഏറെക്കുറെ അതിൽ പുരോഗമനപരമായ സമീപനം സ്വീകരിക്കാൻ, അതായത് ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ അഥവാ സൃഷ്ടികർത്താവിൻ്റെ ഒരു വലിയ അതിബുദ്ധിപരമായ ഒരു ഡിസൈനിൻ്റെ പ്രതിഫലനമാണ് ശാസ്ത്രം എന്നാണ് വാദം. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈ അവസാനം നടന്ന ബോസോൺ കണത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ഒരു മഹാവിസ്ഫോടനത്തിൽ അത് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തമായ പ്രകൃതിക്ക് ഒരു സൃഷ്ടാവ് സാധ്യമല്ല എന്നൊക്കെയുള്ള ശാസ്ത്രത്തിൻ്റെ പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അതിനെ നേരിടുന്ന രീതിയിൽ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ശാസ്ത്രവുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അതിന് പോപ്പ് മുൻകൈയെടുക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയായിട്ട് കാണേണ്ടതുണ്ട്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ബാബു പോൾ, ഈ കാര്യത്തിൽ ബൈബിളിനെയും വിശ്വാസത്തെയും ഒരു ഭാഗത്ത് നിർത്തുക, മറുഭാഗത്ത് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ കത്തോലിക്ക സഭയാകട്ടെ ക്രൈസ്തവ വിശ്വാസമാകട്ടെ അത് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൽ ഒരു അമാനുഷികമായ ദൈവം, അദ്ദേഹം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അദ്ദേഹം മനുഷ്യനെ സൃഷ്ടിച്ചു, അദ്ദേഹം മറ്റ് മൃഗങ്ങളെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, ഇങ്ങനെയെല്ലാമുള്ള ആ കാഴ്ചപ്പാടുകളിൽ അതിൻ്റെ ഭയപ്പാടിൽ ഈ മതത്തിലേക്ക് ആളെ ചേർക്കുകയോ അങ്ങനെ ആ മതം നിലനിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു പുതിയ സാഹചര്യം. സഭാവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നു, അവർ ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അപ്പോൾ ബൈബിളിനെ ഒരു കാവ്യമായി കാണുക, അതിൽ പല ഉൽപ്പത്തി പുസ്തകമാകട്ടെ, പുറപ്പാട് പുസ്തകമാകട്ടെ, ആവർത്തന പുസ്തകമാകട്ടെ, ഇതെല്ലാം തന്നെ പല കാലഘട്ടങ്ങളിൽ പലർ എഴുതി ചേർത്ത ഒന്നായി കാണുക. അതിൽ ദൈവത്തിൻ്റെ ഒരു 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 നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു സ്വാധീനമോ ഉണ്ടായിരിക്കുക. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്വാധീനവും അതിൽ ഉൾച്ചേർക്കപ്പെടുക. അതിനൊക്കെ അപ്പുറം ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്, മറ്റൊരു ശാസ്ത്രത്തിൻ്റെ കാര്യമാണ്. ഇത് പല മാർപ്പാപ്പന്മാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് വളരെ പ്രകടമായി പറയുന്നു. അത് സഭയ്ക്ക്, വിശ്വാസികൾക്ക്, പൊതുവിൽ ലോക സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഒന്നാമത് ഇതിനകത്ത് ചില അടിസ്ഥാനപരമായ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അമേരിക്കയിലെ ഡാർവിനിസം പഠിപ്പിക്കുന്നതിനെതിരായിട്ട് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തത് കത്തോലിക്ക സഭയാണെന്ന് തോന്നുന്നില്ല. അമേരിക്കയിലെ സദേൺ ബൈബിൾ ബെൽറ്റ്, സദേൺ ബാപ്റ്റിസ്റ്റ് ബൈബിൾ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന വലതുപക്ഷ തീവ്ര ചിന്താഗതികളുള്ള ക്രിസ്ത്യാനികളുണ്ട്. നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കാൻ എളുപ്പം പറഞ്ഞാൽ ചില സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, പെന്തിക്കോസ്ത് അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവരാണ് അക്ഷരാർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. 1912 സഭകൾ, പഴയ സഭകളൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ടു ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ് 2 പേര് സാൻ ഫ്രാൻസിസ്കോയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഫണ്ടമെന്റലിസം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് അതിനകത്ത് കത്തോലിക്ക സഭയെയോ മറ്റു പൗരാണിക സഭകളെയോ വലിച്ചഴക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം, ഇപ്പൊ മാർപ്പാപ്പ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ട 1-2 വളരെ പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഒന്ന്, പിയൂസ് 12 മാർപ്പാപ്പ പഴയ കാലത്ത് 50കളിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഈ എവല്യൂഷനെ സംബന്ധിച്ച് തുറന്ന മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. 96 ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പ്രശസ്തമായൊരു പ്രസ്താവനയുണ്ട്, ശാസ്ത്രത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കരുത് എന്നുള്ളത്. ഇത് നേരത്തെ
ആരോ ഇവിടെ പറഞ്ഞതുപോലെ ബൈബിളിന്റെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അത് ഒരു ഫിസിക്സിന്റെയോ ബയോളജിയുടെയോ ജോഗ്രഫിയുടെയോ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല. ആ എഴുതിയ കാലത്ത് ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അത് എഴുതിയിരിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണെന്ന് പറയുന്നു. അതിന് തന്നെ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒരധ്യായത്തിൽ പറയുന്നു നമ്മുടെ സാദൃശ്യത്തിൽ ആണും പെണ്ണുമായി അതിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. വേറൊരിടത്ത് പറയുന്നു മണ്ണ് നനഞ്ഞുണ്ടാക്കി മൂക്കിലേക്ക് പൂന്നൂതി അങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചു, ആദാമിന്റെ വാരികയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. ഇത് ഒരേ പുസ്തകത്തിന്റെ 2 അധ്യായങ്ങളുള്ളതാണ്. ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല. അത് നമ്മളിത് മനസ്സിലാക്കേണ്ട രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബൈബിള് വായിച്ചാൽ മനസ്സിലാകുന്നത് എന്താ, പല ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ ഒഴിച്ചുള്ള പല ഗോത്രങ്ങളെയും എന്തുകൊണ്ട് അവർ മോശക്കാരാണെന്ന് പറയാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ. അതൊരു എക്സിജസിസ് എന്ന് ഞങ്ങൾ വേദശാസ്ത്രം പഠിച്ച ആളുകൾ പറയുന്ന ആ ഒരു അത് തുടർച്ചയായിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു തർക്കത്തിന്റെ ഒന്നും വിഷയമല്ല. മാർപ്പാപ്പ ഇന്ന് ആകെ പറഞ്ഞത് ഈ ശാസ്ത്രത്തിന്റെ ഈ വശങ്ങളെ കുറിച്ച് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന അദ്ദേഹം വളരെ നാടകീയമായി അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ശൈലിയിൽ. ഗോപിനാഥ് മുതുകാട് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു പരിപാടി ചെയ്യുന്ന ആളല്ല ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വർത്തമാനത്തിന്റെ ശൈലി മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. ഇതിനകത്ത് വലിയ ആനക്കാര്യമൊന്നും അതിനകത്തില്ല. കാരണം അദ്ദേഹം ഈ സ്വർഗാനുരാഗികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. അദ്ദേഹം അങ്ങനെ അല്ല ചെയ്തത്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാനൊരു സ്വർഗാനുരാഗിയെ നേരെ മുന്നിൽ കാണുമ്പോൾ ഞാൻ അവനെ ന്യായം യേശുക്രിസ്തു അവനെ കണ്ടാൽ ഉടനെ അവനെ ന്യായം വിധിക്കുകയാണോ, അവനെ കാരുണ്യത്തോടുകൂടെ നോക്കുകയാണോ എന്നുള്ളത് പറഞ്ഞത്. അത് മാർപ്പാപ്പയുടെ അദ്ദേഹം അച്ഛനായിരുന്ന കാലം മുതലുള്ള അദ്ദേഹത്തിന് ഒരു വാക്ക് അദ്ദേഹം ബിഷപ്പായിരുന്നപ്പോൾ മോട്ടോ ആയിട്ടൊക്കെ എടുത്തത് കാരുണ്യത്തോടുകൂടെ നോക്കിയെന്നുള്ളതാണ്. മത്തായിയെ വിളിച്ച് ആ ദൃശ്യത്തെ കുറിച്ചുള്ള പെയിന്റിംഗ് ആണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ജോൺ പോൾ ഉണ്ടാവാൻ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു, നടനായിരുന്നു എന്നൊക്കെ പറയാം. അതിനേക്കാൾ നല്ല കമ്മ്യൂണിക്കേറ്ററാണ് ഇദ്ദേഹം. ഡോക്ടർ ബാബു പോൾ, ഈ കാര്യത്തിൽ താങ്കൾ പറയുന്നതിനപ്പുറം ഇത്രയും നാൾ ലോകത്ത് കത്തോലിക്ക സഭ ബൈബിളിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം അതിന് വിശ്വാസികൾക്ക് സ്നേഹത്തിനപ്പുറം അതാണ് ഏറ്റവും പ്രധാനം. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നിന്നെ സൃഷ്ടിച്ചു എന്ന് മനുഷ്യനോട് പറയുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരു ഭാഗത്ത് ഈ വിശ്വാസികൾക്കിടയിൽ മറ്റെല്ലാ ശാസ്ത്രീയ സത്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക. ഇപ്പോൾ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ വെല്ലുവിളിക്കാൻ, അതിനെ എതിർക്കാൻ വേണ്ട കെൽപ്പ് ബൈബിളിൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നും വീക്ഷിക്കാൻ കഴിയില്ലേ? അങ്ങനെ വീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രകാശ്. അതായത് നമ്മളിപ്പോ ഈ ശാസ്ത്രം എന്ന് പറയുന്നല്ലോ അവസാന വാക്കാണെന്നുള്ള മട്ടിൽ ഈ ശാസ്ത്രം എത്ര പ്രാവശ്യം സ്വയം തിരുത്തിയിട്ടുണ്ട്. പ്രകാശം ഋതുരേഖയിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചത്. ഇപ്പൊ പ്രകാശത്തിന്റെ ഋതുരേഖയ്ക്ക് വേവ്സ് ഉണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. വൈറ്റമിൻ സി ശരീരത്തില് ഒരിക്കലും കൂടുതൽ വരില്ല, കൂടുതൽ കഴിച്ചാലും മൂത്രത്തിൽ കൂടെ പൊക്കോളൂ എന്നാണ് പറയുന്നത്. നാളെ അവർ പറയും ഇതൊരു സ്ഥലത്ത് പോയി കൂടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ആ അവയവത്തിന് കേടുവന്നു എന്ന്. ശാസ്ത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ശാസ്ത്രം എന്ന് പറയുന്നത് അന്വേഷണമാണ്. അതുപോലെ തന്നെയാണ് വേദപഠനവും. ബൈബിളിനകത്ത് അക്ഷരാർത്ഥത്തിൽ എടുക്കണമെന്ന് പറയുന്ന ഈ ചില ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്റെ പല ലേഖനങ്ങളെയും പ്രസംഗങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള പേര് വെച്ചും വെക്കാതെ എനിക്ക് അയക്കുന്ന ആളുകൾ അവര് ടി വി കാണുന്നത് പാപമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കാണുന്നില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തി അതൊരു മാർജിനൽ ഗ്രൂപ്പുകളാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അതായത് സ്വയം വികസിക്കുന്ന ഒന്നാണ് ശാസ്ത്രത്തെ പോലെ തന്നെ മതവും കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടുകളും എന്നാണ് ഡോക്ടർ ഡി ബാബു പോൾ പറയുന്നത്. ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി, ഇപ്പോൾ സ്വർഗ വിവാഹമടക്കം അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ വിജയിച്ചില്ല. വത്തിക്കാൻ ക്യൂരിയയുടെ ചില തടസ്സങ്ങൾ, ഉപദേശപരമായ തടസ്സങ്ങൾ, അത് മറികടന്നുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ ഒരു നീക്കമാണോ ഇത്? മാർപ്പാപ്പയുടെ ഈ പുതിയ പ്രസ്താവനയിൽ ഇത്തരം രാഷ്ട്രീയ മാനങ്ങൾ കാണുന്നത് മാർപ്പാപ്പയുടെ പ്രസ്താവനയെ ഒത്തിരി അധികമായിട്ട് നമ്മൾ
പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. സഭയും ശാസ്ത്രവും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധത്തെ പറ്റിയുള്ള ഒത്തിരി തെറ്റിദ്ധാരണകൾ ഈ ചർച്ചകളുടെ പിന്നില് നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞതിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ശാസ്ത്രത്തെ പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് കാണാനും അംഗീകരിക്കാനും മാർപ്പാപ്പ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യം പുതിയ ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. വത്തിക്കാനിലെ പൊന്റിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഈ പ്രസ്താവന നടത്തിയത്. പൊന്റിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറയുന്നത് സഭയുടെ ശാസ്ത്രകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക സംവിധാനമാണ്. അവിടെ മാർപ്പാപ്പമാർ നടത്തുന്ന പ്രസ്താവനകൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ തന്നെയാണ്. ശ്രീ ബാബു പോൾ സാർ പറഞ്ഞതുപോലെ 1996 ഇതേ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള സമുന്നതരായ ഗഗനശാസ്ത്രജ്ഞന്മാര് സന്നിഹിതരായിരുന്ന വേദിയിൽ മാർപ്പാപ്പ പറഞ്ഞു, ബിഗ് ബാങ് സിദ്ധാന്തവും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ ഒരു സംഘർഷവുമില്ല. ദൈവശാസ്ത്രപരമായിട്ട് ബിഗ് ബാങ് സിദ്ധാന്തം വിശ്വാസത്തെ ഒത്തിരി പരിപോഷിപ്പിക്കുന്നതാണ്. തുടർന്ന് ദൈവശാസ്ത്രജ്ഞന്മാരോടായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ പറയുകയായിരുന്നു, മധ്യശതകങ്ങളില് ഗ്രീക്ക് തത്വചിന്ത, അരിസ്റ്റോട്ടലിന്റെ തത്വചിന്ത ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് അടിത്തറ പാകിയതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തില് പ്രകൃതി ശാസ്ത്രങ്ങളാണ് ദൈവശാസ്ത്രത്തിന്റെ അടിത്തറ പാകേണ്ടത് എന്ന് വെച്ചാല് ശാസ്ത്രവുമായിട്ടുള്ള ഒരു ക്രിയാത്മക സംവാദം ഇന്ന് വളരെ അനിവാര്യമാണ് എന്നുള്ളതാ. പരിണാമ സിദ്ധാന്തത്തിന് വിരുദ്ധമായ നിലപാടാണ് മാർപ്പാപ്പ എടുത്തതെന്ന് നിങ്ങൾ ആമുഖ ന്യൂസിൽ പറയുകയുണ്ടായി. അത് ശരിയല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിണാമത്തെ കുറിച്ച് വിളിച്ചുകൂട്ടി അക്കാഡമി ഓഫ് സയൻസിൽ പറഞ്ഞു, പരിണാമ സിദ്ധാന്തം ഒരു ആധികാരിക ശാസ്ത്ര സിദ്ധാന്തം തന്നെയാണ്. അതിനെ പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്നതിൽ വിശ്വാസികൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്ന്. അത് വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശാസ്ത്രത്തോട് ഏറ്റവും ചേർന്ന് നിന്ന ഒരു മതമാണ്. ഇപ്പോൾ ഗലീലിയോ പോലുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ടെങ്കിലും കത്തോലിക്ക സഭ എന്നാണ് മാർപ്പാപ്പയുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സഭ വിശദീകരിക്കുന്നത്. ശ്രീ കെ വേണു, കത്തോലിക്ക സഭ ശാസ്ത്രത്തോട് അടുത്തു വരുന്നു, അതുപോലെ തന്നെ അത് പുതിയ രീതിയിൽ അതിൻ്റെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ അതിൻ്റെ നിലപാടുകളെ അതിജീവിക്കുന്നു. അതിനെ സ്വാഗതം ചെയ്യുക, അതല്ലേ ശരി? തീർച്ചയായിട്ടും ശാസ്ത്രവുമായി അടുത്തു വരാനുള്ള സംഘടിത മതങ്ങളുടെ സമീപനങ്ങൾ പിന്തുണയ്ക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ള സംശയമില്ല. പക്ഷേ നമ്മൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വിലയിരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ബാബു പോൾ പറയുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഡാർവിനിസത്തിനെതിരായ കേസുകൾ അധികവും വന്നത് മതമൗലികവാദികളായ ക്രിസ്തുമത വിശ്വാസികളുടെ ഭാഗത്തു നിന്നു. അത് മാത്രമല്ല, അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും നിയമസഭകൾ ഡാർവിനിസത്തിനെതിരായി നിയമം പാസാക്കി പഠിപ്പിക്കുന്നത് മുടക്കി വെച്ച കാലം ഉണ്ടായിരുന്നു, കുറക്കാലം. അത് വീണ്ടും കോടതികളിലൂടെ അത് തിരുത്തുക, അങ്ങനെ ഒരു വലിയ ഒരു നൂറ്റാണ്ട് മുഴുവൻ നീണ്ടു നിന്നൊരു നിയമയുദ്ധം അവിടെ നടന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. മതത്തിനുള്ളിൽ തന്നെ രണ്ട് വിഭാഗം ആളുകൾ, അല്ലാണ്ട് കത്തോലിക്ക മതം ഔദ്യോഗികമായി അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മതത്തിനുള്ളിൽ തന്നെയുള്ള പുരോഗമന വിഭാഗങ്ങളും അല്ലാത്തവരും തമ്മിലുള്ളതാണ്. ഇന്ന് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നേരിടുന്ന ഒരു പുതിയ യാഥാർത്ഥ്യമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ നേരിടുന്ന വിഷയം സംഘടിത മതങ്ങൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു എങ്കിൽ തന്നെയും, വിശ്വാസികൾ ഇപ്പോഴും ഭൂരിപക്ഷമാണെങ്കിൽ തന്നെയും, സംഘടിത മതങ്ങളോടുള്ള വിശ്വാസികളുടെ സമീപനത്തിൽ ഗണ്യമായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. മതേതര ജനാധിപത്യ ഘടനയും വിപണിയുടെ ആധിപത്യവും എല്ലാം ചേർന്നിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലും പള്ളി കെട്ടിടങ്ങൾ തിയേറ്ററുകളായും മദ്യശാലകൾ പോലുമായും മാറിക്കൊണ്ടിരിക്കുന്നു എന്നും, അവിടേക്ക് പാതിരിമാരെ കിട്ടണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വാടകയ്ക്ക് എടുക്കേണ്ട ഗതികേടുണ്ട് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണത്. സംഘടിത മതത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിണാമമാണത്. ഈ പുതിയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മതത്തിനൊരു പുനരുജ്ജീവനം നൽകണമെന്നുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച നിലപാടുകളിലേക്ക് ആ സംഘടിത മതങ്ങളെയും അതിൻ്റെ സംവിധാനങ്ങളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള പുരോഗമനപരമായൊരു ചിന്തയുടെ കൂടി ഭാഗമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ സമീപനം എന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ കെ വേണു, ശ്രീ മാണി പുതിയിടം, ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി, ഡോക്ടർ ഡി ബാബു പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.